വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പിസ്ത ഐസ്ക്രീമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി മാക്സിമം 5 മിനിറ്റ് മതിയാവും. പക്ഷേ ഐസ്ക്രീം സെറ്റായി വരാൻ 8 മണിക്കൂർ വേണം. ഉണ്ടാക്കാനുള്ള സമയമാണ് ഞാൻ പറഞ്ഞത്. മാക്സിമം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പിസ്ത ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു കട്ടിയായി വരുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർക്കാം. 2 നുള്ളു മാത്രം ചേർത്താൽ മതി, വളരെ കുറച്ച് ഉപ്പ്. ഇത് നല്ല കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡ്, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഞാൻ മധുരത്തോട് കൂടിയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കേണ്ടി വരും. ഇതിപ്പോൾ മധുരത്തോട് കൂടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് 1/4 കപ്പ് മാത്രം മതിയാവും. മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ല കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ ഫുഡ് കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ 3-4 ഡ്രോപ്സ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ചെറിയൊരു കളർ മാത്രമേ കൊടുക്കുന്നുള്ളൂ, കൂടുതൽ ഡാർക്ക് കളർ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 3-4 തുള്ളി മാത്രമേ ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ. കളറും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പിസ്തയുടെ പൗഡർ ചേർക്കാം. പിസ്ത ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പിസ്ത ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഐസ്ക്രീം നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റാം. ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊരു ബോക്സിലേക്ക് മാറ്റാണ്. ഞാൻ പഴയൊരു ഐസ്ക്രീം ബോക്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോക്സിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് തട്ടി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ അല്പം പിസ്ത നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. അതിനുശേഷം ഈ പാത്രത്തിൻ്റെ മൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം. എന്നിട്ട് 8 മണിക്കൂറിന് ശേഷം നമുക്കിത് പുറത്തെടുക്കാം. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഇത് സെറ്റാവാൻ വേണ്ടി വരും. ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റാണ്. 8 മണിക്കൂറിന് ശേഷം ഞാൻ ഈ ഐസ്ക്രീം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോ സ്കൂപ്പായിട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ പിസ്ത ഐസ്ക്രീം വീട്ടിലുണ്ടാക്കാൻ കഴിയും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഐസ്ക്രീം റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.